മെയ് മാസം 1-ാം തീയതി ക്രിസ്തുവർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ് ഏവർക്കും ദൈവിക കൃപയും ആശംസകളും നേരുന്നു. നമുക്ക് റോമാലേഖനം 11-ാം അധ്യായം 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വായിച്ച പ്രാർത്ഥിച്ച് ഇന്ന് സന്ദേശത്തിലേക്ക് കടക്കാം. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്വർഗസ്ഥ പിതാവേ, അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവത്തിലേക്ക് ദൈവവചനത്തിലേക്കും തിരിയുവാൻ ഞങ്ങളുടെ ദൈവവചന പഠനം മുഖാന്തരമാക്കണമേ. എല്ലാം ദൈവനാമത്തിനായി തീർക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ച നാം ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ അതിൽ ആകുക എന്നുള്ളത്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ക്രൈസ്തവ ഉത്തരവാദിത്തമായിട്ടാണ് ദൈവം കാണുന്നത്, ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ നാം ചില കാര്യങ്ങൾ ഓർത്തു. അതിൽ നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ ദൈവശാസ്ത്രം, വേദശാസ്ത്രം, വോട്ട് ചെയ്യാനുള്ള 10 കൽപ്പനകൾ എന്നൊരു നാമധേയത്തിലാണ് നാം അതിനെ കണ്ടത്. അതിൽ ഒന്ന് അതിൻ്റെ ആധാരമായിരിക്കുന്ന ദൈവവചനം റോമാലേഖനം 13-ാം അധ്യായം 1-14 വരെയുള്ള വാക്യങ്ങളാണ്. അത് മൊത്തത്തിൽ അപ്രകാരം വായിച്ച് മനസ്സിലാക്കി അത് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നമുക്ക് സാധിച്ചില്ല. കാരണം അരമണിക്കൂർ 45 മിനിറ്റിനുള്ളിലുള്ള ഈ സന്ദേശങ്ങൾ അത് പലപ്പോഴും അതിൻ്റെ ഉദ്ദേശം അതേ വിധത്തിൽ സഫലമാകണമെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങൾ പ്രവർത്തിക്കണം. അതിൽ നിന്ന് റോമാലേഖനം 13-ാം അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് സംവിധാനം ചെയ്യുക. രണ്ടാമതായിട്ട് അയൽക്കാരനെ ദൈവവചനപ്രകാരം ചെയ്യുക. തിരഞ്ഞെടുപ്പ് ഫലം ദൈവത്തിൽ നിന്നായിരിക്കും. അതുകൊണ്ട് ആരായാലും ദൈവത്തെ സ്നേഹിക്കാനും അയൽക്കാരനെ സ്നേഹിക്കാനും നന്മ ചെയ്യാനും ഭയപ്പെടാതിരിക്കാനും കർത്താവിനെ ധരിക്കുക, ഭരണാധികാരികൾക്ക് വിധേയത്വം പാലിക്കുക, പ്രത്യാശയിൽ ജീവിക്കുക എന്നുള്ള 10 കൽപ്പനകളാണ് നാം ഇതിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്തത്. എന്നാൽ അതിൽ ധാരാളമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, റോമാലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മുടെ വോട്ട് അവകാശം, വോട്ടെടുക്കാനുള്ള അവസരം നമുക്ക്, അത് പാർലമെൻ്ററി ഇലക്ഷൻ 5 വർഷത്തിലൊരിക്കലാണ്. അതിനെ സംബന്ധിച്ചുള്ള ദൈവിക ഉപദേശങ്ങൾ നാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിലൊരു ഉപദേശം ഇതാണ്: നമ്മൾ സമയം നോക്കി, കാലം നോക്കി നമ്മൾ വോട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഏത് സമയത്താണ് ജീവിക്കുന്നത്? ഇന്നത്തെ സമകാലികമായിട്ടുള്ള ഭരണരീതി, അതുപോലെ തന്നെ ഭരിക്കുന്നവരുടെ സ്വഭാവം, അവരുടെ ദൈവഭക്തി, അവർ ജീവനെ നിലനിർത്താൻ പറ്റുന്നവരാണോ, ദൈവനീതി നടത്തുന്നവരാണോ എന്നുള്ള പ്രമാണങ്ങൾ വെച്ചിട്ട് വേണം നാം വോട്ട് ചെയ്യാനായിട്ട്. അതൊരു സമയം, കാലം
എന്നുള്ള ആ വിഷയത്തിൽ നാം ധാരാളം അറിവ് സമ്പാദിക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് നാം അറിഞ്ഞിരിക്കേണ്ടത്? നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഏത് തരത്തിലുള്ള കാലമാണ്, ഏത് സമയത്താണ് നാം ജീവിക്കുന്നത് എന്ന് അറിഞ്ഞ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്യണമെന്നാണ് ദൈവവചനം ദൈവമക്കളായ നമ്മളോട്, ക്രിസ്ത്യാനികളോട് പറയുന്നത്. ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ ദൈവത്തിലേക്ക് മനസ്സാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷയ്ക്കായി വിശ്വസിച്ച അവരാണ് ക്രിസ്ത്യാനികളെന്ന് നാം ഉദ്ദേശിക്കുന്നു. നാമധേയ ക്രിസ്ത്യാനികളല്ല, പാരമ്പര്യം കൂട്ടിച്ചേർത്ത ക്രിസ്ത്യാനികളല്ല എന്നുകൂടി ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. അറിവ് ക്രൈസ്തവ ഗുണമാണ്. നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടിയിലെ ദൈവത്തിൻ്റെ സാരയെ സൃഷ്ടിച്ച ഏക മനുഷ്യനും സ്ത്രീയും ആയതുകൊണ്ട് നാം ഏറ്റവും ജ്ഞാനികളായി തന്നെ ജീവിക്കണം, അറിവുള്ളവരായി തന്നെ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കണം. അതുകൊണ്ട് ക്രൈസ്തവ അറിവ് ക്രൈസ്തവ ഗുണമാകുന്നു. അജ്ഞത ജാതീയമാണ്. അജ്ഞതയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കുള്ള മാറ്റപ്പെട്ടവനാണ് ക്രൈസ്തവൻ. അതിനാധാരമായിരിക്കുന്ന ഒരു വാക്യം 1 പത്രോസ് അതിൻ്റെ 1 പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 10 വരെയുള്ള വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളോ ഇവിടെ ഈ കർത്താവായ യേശു ഈ യഹൂദന്മാർ തിരസ്കരിച്ച, എന്നാൽ അപ്പസ്തലന്മാരുടെ പ്രസംഗം കേട്ട് അതിൽ വിശ്വസിച്ച, അവനെ മശിഹായായിട്ട് വിശ്വസിച്ച, ലോകരക്ഷിതാവായിട്ട് വിശ്വസിച്ച അവർക്കാണിത് എഴുതുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അതിൻ്റെ 10-ാം വാക്യം, മുമ്പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശുക്കൾ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ ജനമല്ലാത്തവർ. ഇപ്പോഴോ വിശ്വസിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കരുണ ലഭിച്ചില്ല, എന്നാൽ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇതാണ് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത്ഭുത പ്രകാശത്തിൽ ജീവിക്കുന്നവരും. അതുകൊണ്ട് നമ്മൾ ആരാണ്, എന്താണ്, ദൈവമാര്, ക്രിസ്തു ആര്, രക്ഷ എന്ത്, നാം ആര്, നമ്മുടെ പദവി എന്ത്, നമ്മുടെ യോഗ്യതകൾ എന്ത്, നാം ഏത് സമയത്താണ് ജീവിക്കുന്നത്, എല്ലാം നമ്മൾ അറിഞ്ഞ് അറിവോടുകൂടി, വ്യക്തമായ ദൈവവചനത്തിൽ നിന്നുള്ള അറിവോടുകൂടി തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യരാകണം ക്രൈസ്തവർ. അതുകൊണ്ട് നമ്മൾ ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സഭയെ സംബന്ധിച്ചും സഭയിലുള്ള അംഗങ്ങളെ സംബന്ധിച്ചും ഈ വിശ്വാസികളെ സംബന്ധിച്ചും നമുക്ക് അറിയാൻ പറ്റും. 1 പത്രോസ് 2-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങൾ ഇവിടെ പറയും, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, എലക്ഷൻ, ദൈവം തിരഞ്ഞെടുത്തവരാണ്, രാജകീയ പുരോഹിതന്മാരാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരും നമുക്ക് പൗരോഹിത്യമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ്. ക്രിസ്തു മൽക്കീസദേക്കിന് പ്രകാരം ജാതീയമായ മൽക്കീസദേക്കായിരുന്ന അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ പ്രകാരം ആണ് കർത്താവ് യേശു ക്രിസ്തു പൗരോഹിത്യം. അഹ്റോൻ്റെ അല്ല. ഇന്ന് നാമധേയ ക്രൈസ്തവർ ഈ പൗരോഹിത്യം പഴയ നിയമപ്രകാരമുള്ള അഹ്റോൻ്റെ അവർ കൊടുത്ത ആ പൗരോഹിത്യം തുടരുന്നവരാണ്. അത് രണ്ടിനും മാറ്റം വരേണ്ട ആവശ്യമുണ്ട്. കാരണം ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും അവൻ രാജകീയ പുരോഹിതനാണ്. എത്ര വലിയ വസ്ത്രം ധരിച്ചാലും, എത്ര വലിയ സമ്പത്ത് കാണിച്ചാലും, എത്ര വലിയ അലങ്കാരം ചെയ്താലും, എത്ര കുന്തിരിക്കം പുകച്ചാലും അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കുകയില്ല. പഴയ നിയമകാലത്ത് അഹ്റോൻ ചെയ്ത രക്തബലി, അതുമായി കടന്നു ചെയ്ത് അതുപോലും ദൈവത്തിന് പ്രസാദകരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇന്ന് നാം ആര്, ക്രിസ്ത്യാനി ആര് എന്ന് മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്.
അത് സഭയുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നാം സത്യത്തിലേക്ക് കടക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറയുന്നത് നാം തിരഞ്ഞെടുക്കപ്പെട്ട ജനം, രാജകീയ പുരോഹിത ഗണം, വിശുദ്ധ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം. മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. മുമ്പ് നിങ്ങൾ കരുണ ലഭിച്ചില്ല, ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു. ആയതിനാൽ ഉത്തരവാദിത്വം നൽകുകയാണ്. റെസ്പോൺസിബിലിറ്റി എന്താണ് നമ്മുടെ സഭയെ സംബന്ധിച്ച് ഉത്തരവാദിത്തം? അതിന് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം, അത് ഘോഷിക്കണം എന്നാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് നാം ചെയ്യേണ്ടത്. എന്നാൽ വിളിച്ചവൻ്റെ നന്മകൾ ഇന്ന് നാമധേയ ക്രൈസ്തവ സഭകളിൽ ദൈവത്തിൻ്റെ വിളിയോ തെരഞ്ഞെടുപ്പോ സുവിശേഷമോ അതിൻ്റെ കേൾവിയോ അതിലുള്ള വിശ്വാസമോ ഒന്നും തന്നെയില്ല. അവരുടെ സഭയിലുള്ള മാതാപിതാക്കൾക്ക് ജനിക്കുന്ന അവർക്ക് വേണ്ടി അവരെ പരിശീലിപ്പിക്കുകയാണ് അവർ ചെയ്തത്. എന്നൊരു സമ്പ്രദായം, ജാതീയമായ സമ്പ്രദായങ്ങളോട് കൂട്ടിച്ചേർത്ത് വർഷാവർഷം ഈ വർഷം ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് അടുത്ത വർഷം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവിക ഉദ്ദേശങ്ങൾ ഒരിക്കലും നടക്കുകയില്ല. അതുകൊണ്ട് ദൈവവചനത്തിലേക്കും ദൈവത്തിലേക്കും തിരിയുക എന്നുള്ളത് അത് വലിയൊരു പ്രമാണമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആയതിനാൽ പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതിൽ ഒന്ന് റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം പ്രകാരം തന്നെയാണ്. നമ്മളുടെ ഈ ഭരണവ്യവസ്ഥയിൽ, ദൈവം അംഗീകരിച്ചിരിക്കുന്ന ഈ ഭരണവ്യവസ്ഥയിൽ ഏത് കാലത്താണ്, ഏത് സമയത്താണ് നമ്മൾ ഈ ഭരണം നടക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ, കാരണം റോമാലേഖനം 13-ാം അധ്യായം ആണല്ലോ നമ്മുടെ വിഷയം. റോമാലേഖനത്തിൽ അറിവിന് പ്രാധാന്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, സഹിഷ്ണുത, ക്ഷമ, മാനസാന്തരം ബൈബിളിലെ പ്രധാന ഉപദേശമാകുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളിൽ റോമാലേഖനം പറയുന്നത്, ഒന്ന്, മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, സഹിഷ്ണുത, ക്ഷമ. ദൈവത്തെ നാം അറിയണം, അവൻ്റെ ദിവ്യ സ്വഭാവം നാം അറിയണം. അതിൽ എങ്ങനെയാണ് ദൈവം ഒരു ഭാവിയായ മനുഷ്യനെ രക്ഷിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് മാനസാന്തരം ആവശ്യമാണ്. ഈ ആയിരിക്കുന്ന സമ്പ്രദായങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. സാക്ഷാൽ ത്രിയേക ദൈവത്തിങ്കിലേക്ക് നാം തിരിയണം. എന്നിട്ട് രക്ഷയ്ക്കായിട്ട് തൻ്റെ പുത്രനിൽ നാം വിശ്വസിക്കണം. അതുകൊണ്ട് റോമാലേഖനം 13-ാം അധ്യായത്തിൽ കാലത്തെക്കുറിച്ച്, നാം ജീവിച്ചിരിക്കുന്ന കാലത്തെ സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് ദൈവം രക്ഷയോടുള്ള ബന്ധം, മാനസാന്തരം എന്ന വലിയ വിഷയത്തിൽ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് നടത്തുന്നത്. ഇപ്പോൾ ഓരോ രക്ഷിക്കപ്പെട്ട വ്യക്തിയും തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ത്രിയേക ദൈവത്തിൻ്റെ വലിയ കരുണയുടെ, ദീർഘക്ഷമയുടെ, സഹിഷ്ണുതയുടെ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇതാണ്, ഈ ദൈവമാണ്, ഈ ദൈവത്തിൻ്റെ സഹിഷ്ണുതയും ക്ഷമയും കരുണയുമാണ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. മാനസാന്തരം ബൈബിളിൽ പ്രധാന ഉപദേശമാകുന്നു. മാനസാന്തരമോ അനുതാപമോ, ചില സഭകളോട് ഇത് അനുതാപമാണെന്നാണ്. എന്നാൽ യവന ഭാഷയിൽ കൊയിനെ ഗ്രീക്ക് എന്ന ആ ഭാഷയിലാണ് പുതിയ നിയമം രചിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഭാഷയിൽ ഇതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റോനൊയ്യ എന്ന പദത്തിന് മാനസാന്തരം എന്ന തന്നെയാണ് അതിനർത്ഥം. ചേഞ്ച് ഓഫ് മൈൻഡ്, ആന്തരികമായിട്ട് ദൈവത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ പാപത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ദൈവത്തിലേക്കുള്ളൊരു മാനസാന്തരം, ദൈവത്തിൻ്റെ വചനത്തിലേക്കുള്ളൊരു മാനസാന്തരം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. അതുകൊണ്ടാണ് ദൈവത്തിലേക്ക് യേശുവിൻ്റെ വിശ്വാസം. അപ്പസ്തോല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിലേക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ 20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയുടെ ഒരു സമ്മറി സ്റ്റേറ്റ്മെൻ്റാണത്. അദ്ദേഹം എന്ത് ചെയ്തു? യഹൂദനും ജാതിക്കും എന്ത് ചെയ്തു? അന്ത്യോക്യയിലും റോമിലും അങ്ങനെയുള്ള എല്ലാ സ്ഥലവും എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, മനുഷ്യരെ, അവൻ്റെ കേൾവിക്കാരെ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം പഠിപ്പിച്ചു. രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, രക്ഷയ്ക്കായിട്ടുള്ള വിശ്വാസം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ നാം ഈ സുവിശേഷം കേട്ടതിൽ വിശ്വസിക്കുമ്പോൾ ബാക്കി എല്ലാത്തെയും വിട്ടിട്ട് നാം ഈ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുകയാണ്, ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ്. അത് ഒരു കാര്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ നാം ഈ 1 പത്രോസ് 2 ലേഖനത്തിൽ വായിച്ച പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, വിശുദ്ധ ജനം, പൗരോഹിത്യം ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ പുരോഹിതന്മാരായതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പാപങ്ങൾ നേരിട്ട് ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാൻ കഴിയുന്നത്. നമുക്ക് പൗരോഹിത്യം ഉള്ളത് കൊണ്ടാണ് ദൈവത്തോട് നമുക്ക് യേശുക്രിസ്തു മുഖം നേരിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ദുഷ്ടത പെരുകുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന അത് മാത്രമേ ഒരു ആശ്രയമായിട്ടുള്ളൂ. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നത്തിങ്. ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം പ്രാർത്ഥന കേൾക്കും, ദൈവം പ്രവർത്തിക്കും. അതാണ് എന്നെക്കൊണ്ട് ചെയ്യാവുന്നതും ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും ചെയ്യാവുന്നതും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ അത് ദൈവത്തിലേക്ക് ചെല്ലുകയും ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ അറിവിനെക്കുറിച്ച് വായിക്കുമ്പോൾ റോമാലേഖനം 2-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ രക്ഷയ്ക്കായിട്ടുള്ള അറിവ്, അതാണ് നാം അല്പമായിട്ട് പരിശോധിച്ചത്. മനസാന്തരം അത് എങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് നാമധേയ ക്രൈസ്തവർ ഈ പാരമ്പര്യം എല്ലാ വർഷവും അതേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇവരെ എപ്പോഴാണ് മാനസാന്തരപ്പെടാൻ പോകുന്നത്? ഒരിക്കൽ പോലും അത് നമുക്ക് കാണാൻ കഴിയുകയില്ല. കാരണം എന്താ? അവരുടെ ജീവിതത്തിൽ ഇതേ പാരമ്പര്യങ്ങൾ വർഷാവർഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ചെയ്ത് അതേ കാര്യങ്ങൾ തന്നെ അടുത്ത വർഷവും ചെയ്യും. ഇതിനിടയിൽ അവർക്ക് മാനസാന്തരത്തിനോ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിനോ യാതൊരു അവസരവും സഭ കൊടുക്കുന്നില്ല. അവരുടെ ആൾക്കാരെ അവരുടെ കൂട്ടമായിട്ട് നിലനിർത്താനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ട് റോമാലേഖനം 2-ാം അധ്യായം അനുസരിച്ച് നമുക്ക് മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ച് നല്ല അറിവ് ആവശ്യമാണ്. അത് മനസ്സിൻ്റെ അന്തരമാണ്. നമ്മുടെ പഴയകാല ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് നാം ദൈവത്തിലേക്ക് തിരിഞ്ഞ് വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഈ സമ്പ്രദായങ്ങളുടെ അടിസ്ഥാനത്തിൽ പാരമ്പര്യങ്ങളിൽ പോകുന്ന സഭകളിലുള്ളവർക്ക് മാനസാന്തരപ്പെടുത്തി ദൈവത്തിലേക്ക് തിരിയാൻ അസാധ്യമാണ്. കാരണം എന്താണ്? അതിൻ്റെ അടിമയാണ്. അവർ കൊടുക്കുന്ന സൗകര്യങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ച് സഭയെ പോഷിപ്പിക്കുക. അവർ സാധാരണ പറയാറുള്ളത് മനുഷ്യനും സഭയ്ക്കുമുള്ള ഉത്തരവാദിത്വം, അത്രേ ഉള്ളൂ. ദൈവത്തോട് യാതൊരു ഉത്തരവാദിത്വമല്ല മനുഷ്യന്. സഭയോടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, സമുദായത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. അതാണ് ഇന്ന് നാമധേയ ക്രൈസ്തവരുടെ ഉപദേശങ്ങൾ. ഇത് ദൈവത്തിനും ദൈവവചനത്തിനും ഘടകവിരോധമായിട്ടുള്ള ഉപദേശങ്ങളാണ്. രണ്ടാമതായിട്ട് നമുക്ക് അറിയേണ്ട വിഷയം നമ്മൾ വായിച്ച വേദഭാഗമാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വായിച്ച ദൈവവചന വായന. അതിൽ നമ്മൾ വായിച്ചത് റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിന് ശേഷമാണ് 33 മുതൽ 36 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ അപ്രമേയമായ കാര്യങ്ങളെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റോമാലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ റോമാലേഖനം അതിൻ്റെ 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 11-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത്. അറിയണം.
ദൈവത്തിൻ്റെ പദ്ധതി അറിയുക എന്നുള്ളത് ഒരു ക്രൈസ്തവൻ ആകുന്നതിനും ക്രൈസ്തവനായി ജീവിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ദൈവമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ഇസ്രായേലുണ്ട്, സഭയുണ്ട്, ജാതികളുണ്ട്, യഹൂദജനമുണ്ട്, സഭയുണ്ട്. 3 തരം ആൾക്കാരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതെന്താണ് ദൈവത്തിൻ്റെ പദ്ധതി, ഇത് ആരെക്കുറിച്ച് എന്തൊക്കെയാണ് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ഇത് സംബന്ധിച്ച് റോമാലേഖനം 11-ാം അധ്യായത്തിൽ സഹോദരന്മാർക്ക് എഴുതുകയാണ്. ആരാണ് സഹോദരന്മാർ? പൗലോസ് അപ്പോസ്തലന്റെ സഹോദരന്മാരെ സംബോധന ചെയ്യുമ്പോൾ ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തന്നെയാണ്. റോമിലുള്ള വിശുദ്ധ ജനത്തിന് യേശുക്രിസ്തു വിശ്വസിച്ചവർക്ക് വേണ്ടി എഴുതുകയാണ്. അവരോട് പറയാം, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെ നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പൻ ഈ രഹസ്യം അറിയാതിരിക്കരുത്, അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇന്ന് അംശമായി ഇസ്രായേലിന് കാഠിന്യം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ കാഠിന്യത്തിൽ അവരെന്ത് ചെയ്തു? മശിഹായെ അവർ ക്രൂശിച്ചു കൊന്നു. കാരണം അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അവരറിയാതെ പോയി, അവർ അജ്ഞതയിൽ ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ജാതികൾക്ക് ദൈവമായിട്ട് ബന്ധപ്പെടാനും രക്ഷിക്കപ്പെടുവാനും സഭയുടെ അംഗങ്ങളായി തീരുവാനും യേശു ക്രിസ്തുവിലെ ദൈവം പിതാവ് കൊടുത്ത അനുഗ്രഹങ്ങൾക്ക്, പ്രതിഫലങ്ങൾക്ക്, അവകാശങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകുവാനും പങ്കുചേരുവാനും ഉള്ള ഒരു ജനത്തെ ദൈവം ചേർക്കുകയായിരുന്നു. അതാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതിയും സഭയെ സംബന്ധിച്ച പദ്ധതിയും നാം നന്നായി അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ ഇത് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം, നാമധേയ ക്രൈസ്തവരിൽ ഏകദേശം റോമാ കത്തോലിക്ക സഭയും ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും ഒക്കെ ചേർത്ത് ആംഗ്ലിക്കൻ സഭ, ഇതെല്ലാം പ്രധാനപ്പെട്ട സഭകൾ. ഇവരെയൊക്കെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ കൂട്ടം ജനം എന്ന് വെച്ചാൽ ഈ നാമധേയ ക്രൈസ്തവരെ, അവരുടെ വിശ്വാസം ഇസ്രായേലിനെതിരാണ്. ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞ് ആ സ്ഥാനം സഭയ്ക്ക് കൊടുത്തു എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്രയും കഷ്ടപ്പാടോടെ കടന്നു പോവുകയാണ്. ഏതെങ്കിലും ഒരു സഭാ നേതാവ് അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല, ചെയ്യാൻ സാധിക്കത്തില്ല അവർക്ക്. കാരണം അവരുടെ ഉപദേശം അതാണ്. അവർ വിചാരിക്കുന്നത്, അവർ പഠിപ്പിക്കുന്നതും അവരുടെ വിശ്വാസവും ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞതിന് അവർക്ക് യാതൊരു അവസരമില്ല. അതുമാത്രമല്ല, ആ സ്ഥാനം അത് സഭയ്ക്ക് കൊടുത്തു എന്നാണ്. ഇത് വളരെ ഒരു ദുരുപദേശങ്ങളിൽ ഒരു പ്രധാന ഉപദേശമാണ് ഈ സൂപ്പർസെഷനിസം അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്നുള്ള ഇംഗ്ലീഷിൽ പറയുന്ന ഉപദേശം. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച കാര്യങ്ങളും സഭയെ സംബന്ധിച്ച കാര്യങ്ങളും എല്ലാം നന്നായിട്ട് അറിവ് നമുക്ക് ആവശ്യമാണ്. അപ്പം അങ്ങനെ ഞാൻ 11-ാം അധ്യായത്തിന് 25 മുതൽ നാം വായിച്ചുവല്ലോ. അതിൽ 11-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വായിക്കുമ്പോൾ അവരുടെ പാപങ്ങളിൽ ക്ഷമിച്ച് പുതിയ നിയമം അവരോട് ചെയ്യുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. അതിനുശേഷം അവർ എല്ലാവരും രക്ഷിക്കപ്പെടും. ഓഫ് കോഴ്സ് അവരിൽ വിശ്വസിക്കുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അതിനുശേഷം എന്നാൽ ഇതിനെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്, സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. ഇന്ന് ഈ യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വവും അവൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള മരണവും അടക്കവും പുനരുത്ഥാനം ഇത് സംബന്ധിച്ച് ഇതാണ് സുവിശേഷത്തിൻ്റെ കാതൽ. ഇത് സുവിശേഷം സംബന്ധിച്ച് അവർ ശത്രുക്കളായി തീർന്നിരിക്കുകയാണ്. എന്നാൽ പിതാക്കന്മാർ നിമിത്തം അവർ പ്രിയന്മാരാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ നമ്മൾ സ്നേഹിക്കേണ്ടവരാണ്. കാരണം നമ്മുടെ കർത്താവ് ഒരു യഹൂദനായിരുന്നു, നമ്മൾ ഓർത്തിരിക്കുകയാണ്.
ഇസ്രായേൽ വഴിയാണ് നമുക്ക് വേദ പുസ്തകം ലഭിച്ചത്. മിക്കവാറും എല്ലാ പ്രവാചകന്മാരും, എല്ലാ അപ്പസ്തോലന്മാരും, മിക്കവാറും എല്ലാ എഴുത്തുകാരും, തിരുവചന എഴുത്തുകാരും അത് യഹൂദന്മാരാണ്. അതുകൊണ്ട് നമ്മൾ അവരെ പിതാക്കന്മാർ നിമിത്തവും വേദപുസ്തകം പറയുന്ന ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് പ്രിയന്മാർ തന്നെ. എന്നാൽ സുവിശേഷം സംബന്ധിച്ച് അവർ കർത്താവിനെ അറിയാതെ പോയി. എന്നാൽ ഒത്തിരി പേര് അറിഞ്ഞു, അവർ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ അറിയാതെ പോയതിൽ, അവരജ്ഞതയിൽ അവർ ചെയ്ത കാര്യങ്ങൾ അത് ജാതികൾക്ക്, സഭയ്ക്ക് അത് ഗുണമായി തീർന്നു എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് അതിൻ്റെ 11-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ പറയും, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ല. ദൈവം തൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച്, ദൈവം ആർക്ക് എന്ത് കൊടുക്കണം, സഭയ്ക്ക് എന്ത് കൊടുക്കണം, ഇസ്രായേലിന് എന്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപാവരങ്ങളാണത്. അതുമാത്രമല്ല, വിളി, എബ്രാഹിമിനെ വിളിച്ചു. അന്ന് എത്രയോ പേരുണ്ടായിരുന്നു ഈ ലോകത്തിൽ. എന്തുകൊണ്ട് ദൈവം എബ്രാഹിമിനെ മാത്രം വിളിച്ചു? അവനുമായിട്ട് ഉടമ്പടി ചെയ്തു, അവനുമായിട്ട് വാഗ്ദത്തങ്ങൾ കൊടുത്തു, അവന് വാഗ്ദത്തങ്ങൾ കൊടുത്തു, അവനൊരു രാഷ്ട്രം പണി വന്നു, രാജാക്കന്മാരെ കൊടുത്തു, അവനൊരു ദേശം കൊടുത്തു, അതിൻ്റെ ബൗണ്ടറീസ്, അതിൻ്റെ അതിരുകൾ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് വേറെ ആർക്കും കൊടുത്തില്ല? അത് ദൈവത്തിൻ്റെ കാര്യമാണത്. ഇതിനെ സംബന്ധിച്ച് ദൈവം ഒരിക്കലും മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. ഇത് ദൈവം തീരുമാനിച്ച കാര്യങ്ങളാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. അതിനുശേഷം അതിൻ്റെ 11-ാമത് 30-ാം വാക്യത്തിൽ, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിന് ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു, യഹൂദനും ജാതിയും. അതാണ് നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും വായിക്കുന്നത്. സകല മനുഷ്യരും, ആദാമിൽ ജനിച്ച സകല മനുഷ്യരും, അതിൽ ദൈവം വിളിച്ച അബ്രാഹം, അവൻ്റെ സന്തതിയും, എല്ലാവരും, ആരും നന്മ ചെയ്യുന്നവരില്ല, എല്ലാം തിന്മ ചെയ്യുന്നവരായി തീർന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ അയച്ച് ഒരു രക്ഷ ഒരുക്കുകയാണ് ഉണ്ടായത്. എന്നിട്ടാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ധനജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയം, അവൻ്റെ വഴികൾ എത്ര ഗോചരവുമാകുന്നു. എന്നിട്ട് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണത്? സകലവും അവനിൽ നിന്നും അവനാലും അവനെങ്കിലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. അപ്പം ഇങ്ങനെ ദൈവത്തിന് പൂർണ്ണമായും മഹത്വം കൊടുക്കുന്ന ഒരു കൂട്ടരെ ദൈവം തിരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിച്ചു. അതാണ് സഭ എന്ന് പറയുന്നത്. അവൻ്റെ ഗുണങ്ങൾ പ്രസ്താവിക്കുന്ന, ഘോഷിക്കുന്ന ഒരു കൂട്ടമായിരിക്കണം സഭ. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്കും ദൈവവചനത്തിലേക്കും തിരയേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാലങ്ങളും സമയങ്ങളെയും കുറിച്ച് അറിയണം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവം തൻ്റെ പദ്ധതിയിൽ 5 സാമ്രാജ്യങ്ങളെക്കുറിച്ച് വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. 5. അത് ദാനിയേൽ പുസ്തകം 2-ാം അധ്യായം 40 തൊട്ട് 44 വരെയുള്ള വാക്യങ്ങളാണ്. ദാനിയേൽ പ്രവചനത്തിൽ ദൈവം സാമ്രാജ്യങ്ങളെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ നടപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ദാനിയേലിലൂടെ ദൈവം പ്രവചിച്ചിട്ടുണ്ട്. അത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 40 തൊട്ട് 44 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചെറിയ അറിവൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അധ്യായം മൊത്തത്തിൽ വായിക്കുന്നില്ല. ഒരു സ്വപ്നം കണ്ടു, നെബൂഖദ്നേസർ മറന്നുപോയി. അതിനുശേഷം ദൈവം ദാനിയേലിന് അത് വെളിപ്പെടുത്തി കൊടുത്തു. അത് ദാനിയേൽ രാജാവിനോട് പറയുന്ന സന്ദർഭമാണ് നാം വായിക്കുന്നത്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 40 മുതൽ. 4-ാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. 4-ാമത്തേത്, 3 സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ 4-ാമത്തെ സാമ്രാജ്യം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെ ഒക്കെയും ഇടിച്ചു തകർത്ത് കളയും. കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അത് ഒരു ഭിന്ന രാജ്യത്വം ആയിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും കലർന്നതായി കണ്ടതുപോലെ
ഇതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. 42 വാക്യം, കാൽ വിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നത് പോലെ രാജ്യത്വം ഒട്ട് ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ, അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത്, അതാണ് 5-ാമത്തെ സാമ്രാജ്യം, സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. നമുക്കറിയാം ചരിത്രത്തിൽ നിന്ന് 5 സാമ്രാജ്യങ്ങൾ: നെബൂഖദ്നേസർ, ബാബിലോണിയൻ സാമ്രാജ്യം, അതിനുശേഷം മീഡോ പേർഷ്യൻ സാമ്രാജ്യം, യവന സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, അതിന് റോമ സാമ്രാജ്യം. 4-ാമത്തെ സാമ്രാജ്യമാണ് ഈ ഇരുമ്പും കളിമണ്ണും പോലെയുള്ള കൂട്ടിക്കലർന്ന. നമുക്കറിയാം ചരിത്രത്തിൽ നിന്ന് റോമ സാമ്രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. അത് ഏകദേശം 2-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചൊരു കാര്യമാണ്. കോൺസ്റ്റാന്റിൻ AD 300 ആ കാലഘട്ടത്തിൽ അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിലേക്ക് തലസ്ഥാനം മാറ്റി. 1156 ഈ സാമ്രാജ്യം പിളർന്നതുപോലെ സഭയും പിളർന്നു. അവിടെയാണ് പൗരസ്ത്യ സഭ, പാശ്ചാത്യ സഭ, കത്തോലിക്ക, ഗ്രീക്ക് ഓർത്തഡോക്സ് എന്ന 2 സഭകളായിട്ട് മാറിയത്. ഇത് ഇരുമ്പും കളിമണ്ണും ചേരാത്തതുപോലെയുള്ള ഒന്നാണ്. എന്നാൽ 1960കളിലെ വത്തിക്കാൻ സുനകദോസോട് ബന്ധപ്പെട്ട് ഈ കളിമണ്ണൊക്കെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? എക്യുമെനിക്കലിസം. നമ്മുടെ തലമുറയിൽ നടന്ന ഏറ്റവും വലിയ അബദ്ധമാണ് ഈ എക്യുമെനിക്കലിസം. വത്തിക്കാൻ 62 മുതൽ 64 വരെയാണ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ. അതുകൊണ്ട് ഇന്നിപ്പോൾ കത്തോലിക്കനാര്, ഓർത്തഡോക്സ് ആര് ഒരു വിവരമില്ലാത്ത ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശരിയായിട്ടുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. ദൈവം ഇസ്രായേലിനെ രക്ഷിക്കും, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ദൈവരാജ്യം യേശുക്രിസ്തു സ്ഥാപിക്കും, അതിനുള്ള ഒരുക്കങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ നടക്കുന്ന ഇത്ര ഭീകരമായ ഒരു അവസ്ഥ അവരുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതിലും AD 70 ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ അതിലും ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ദൈവം തൻ്റെ പദ്ധതി മുന്നോട്ട് പോവുകയാണ്, നമ്മുടെ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിഞ്ഞ് നമ്മുടെ ക്രിസ്ത്യാനി വിശ്വാസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഇസ്രായേലിനെ രക്ഷിക്കും, ദൈവം യേശുക്രിസ്തു സ്ഥാപിക്കും ദൈവരാജ്യം. 1000 ആണ്ട് വാഴ്ച അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അതിനുവേണ്ടി 7 വർഷത്തെ മഹോപദ്രവ കാലമുണ്ട്. അത് ഇസ്രായേലിനും അന്നത്തെ ജനങ്ങൾക്കും ആയിരിക്കും, രാഷ്ട്രങ്ങൾക്കും ആയിരിക്കും. അതിനും വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റോമലേഖനം 2:4 വായിച്ചതുപോലെ നാം ദൈവത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ വിഷയം നാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അത് ദൈവത്തിൻ്റെ പങ്ക്. അപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു സമൂലമായ ഒരു മാനസാന്തരം, അതിനോടുകൂടി യേശുക്രിസ്തുവിനെയും അവൻ്റെ വ്യക്തിത്വത്തെയും അവൻ്റെ മരണത്തെയും അടക്കത്തെയും പുനരുദ്ധാനത്തെയും കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ്, അതൊരു വിശ്വാസമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിണമിച്ച് ക്രിസ്ത്യാനികളായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അതിനിടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച ദൈവവചനത്തിനായി നന്ദി പറയുന്നു. കേട്ട വചനം വിശ്വാസമായി പരിണമിക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേൾവിക്കാർക്കും എല്ലാവർക്കും ദൈവകൃപയും എല്ലാ നന്മയും നേരുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്തയാഴ്ച കാണാം, കേൾക്കാം. നന്ദി. താങ്ക് യു വെരി മച്ച്.